ഹലോ വെൽക്കം ടു ലേൺ വിത്ത് അമ്മൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് 4, അതായത് സ്ട്രൈവ് ആൻഡ് ത്രൈവ് എന്ന് പറയുന്ന യൂണിറ്റിലെ ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന് പറയുന്ന ബെത്തനി ഹാമിൽട്ടൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പം ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട് അല്ലേ. പക്ഷെ അവരൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ആ ഡിസബിലിറ്റീസിനെ ഒരു പ്രശ്നമായി കണ്ട് മാറി നിൽക്കുന്നില്ല. പകരം അവരെല്ലാവരും അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളൊരു പിക്ചർ തന്നുകൊണ്ടാണ് നമ്മുടെ അൺസ്റ്റോപ്പബിൾ സോൾ സർഫസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഓതറിൻ്റെ പേര് ബെഥനി ഹാമിൽട്ടൺ എന്നാണ്. ഇവരുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള സോൾ സർഫർ എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ബോർഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. സർഫർ എന്ന് വെച്ചാൽ വേവ്സിനൊപ്പം ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ സർഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന് പറയുമ്പം ആർക്കും തടയാൻ സാധിക്കാത്ത സർഫർ. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദി ബ്ലൂ, അതായത് പെട്ടെന്നാണ് സംഭവിച്ചത്. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ, നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിൻറ്റ് ഓഫ് ഡേഞ്ചർ ഓഫ് ദി ഹൊറൈസോൺ. അതായത് എനിക്ക് വാർണിംഗ് സിഗ്നലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്തയും തന്നെ ഉണ്ടായിരുന്നില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിങ് ഇൻ എ പൂൾ റാദർ ദാൻ ദ ഡീപ്പ് ഓഷൻ വാട്ടേഴ്സ് ഇൻ കവായ്. ഹവായ് വേർ ഐ ഗോ ഓൾമോസ്റ്റ് എവറി മോർണിംഗ് ടു സർഫ് വിത്ത് മൈ ഫ്രണ്ട് അലന ബ്ലാഞ്ചഡ് ഓർ ദി അതർ ഗേൾസ് ഓൺ ഹനലെ ഗേൾസ് സർഫ് ടീം. അപ്പോൾ അന്നേരം ആ ഒരു കവായ് എന്ന് പറയുന്ന ആ ഒരു ബീച്ചിലെ വാട്ടർ എന്ന് പറയുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അവൾക്ക് എങ്ങനെയാണ്, ബെത്തനിക്ക് തോന്നിയത് ഒരു സ്വിമ്മിംഗ് പൂളിൽ അവൾ സർഫ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. നോർമലി ഇവൾ പോകുമ്പോഴത്തേക്കും ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അലന ബ്ലാഞ്ചാർഡിനൊപ്പം, അല്ലെങ്കിൽ അവിടെ ഒരു സർഫിംഗ് ടീമുണ്ട്, ഹനലെ ഗേൾസ് സർഫ് ടീം, അതിൽ ആരുടെയെങ്കിലും കൂടെയൊക്കെ ആയിരിക്കും ഇവൾ പോകുന്നത്. ദ വേവ്സ് വെയർ വെരി സ്മോൾ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് ആൻഡ് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ് വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓൺ ദി ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം ഡാംഗ്ലിംഗ് ഇൻ ദി കൂൾ വാട്ടർ. ഐ റിമെമ്പർ thinking, I hope the surf pick up soon, when suddenly there was a flash of grey. വേവ്സ് ഒക്കെ വളരെ സ്മോൾ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൈകൾ, എൻ്റെ റൈറ്റ് കൈ ആ ഒരു ബോർഡിൽ, ആ ഒരു സർഫിംഗ് ബോർഡിൽ പിടിച്ചുകൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടും കിടക്കുകയായിരുന്നു. അവൾ പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നു, ഉടനെ തന്നെ അവൾ സർഫിങ്ങിലേക്ക് തിരിച്ച് പോകുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചാണ് ആ ഒരു ഡെക്കിൽ ഇങ്ങനെ കിടക്കുന്നത്. ആ സമയത്ത് പെട്ടെന്നൊരു ഫ്ലാഷ് ഓഫ് ഗ്രേ അവളുടെ കണ്ണുകളിൽ വന്ന് മറയുന്നു. That's all it took, a split second. I felt a lot of pressure and a couple of lightning fast tugs. അപ്പോൾ അത്ര ഒരു സമയമാണ് എടുത്തത്. പെട്ടെന്ന് തന്നെ എനിക്ക് ഭയങ്കര പ്രഷർ, ഭയങ്കര മർദ്ദം തോന്നാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ ലൈറ്റ്നിങ് ഫാസ്റ്റ് ടക്സ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടുന്ന് എന്നെ അങ്ങനെ പുള്ളി ചെയ്യുന്ന പോലെ, വലിക്കുന്ന പോലെ തോന്നി. ഐ കുഡൻറ്റ് മേക്ക് ഔട്ട് എനി ഡീറ്റെയിൽസ്. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്. എനിക്കെന്താണ് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോസ് ഓഫ് എ മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം. പക്ഷെ എനിക്ക് മനസ്സിലായി ഒരു ഹ്യൂജ് ടൈഗർ ഷാർക്ക്, അതിൻ്റെ ഒരു ഹ്യൂജ് ജോസ്, അതായത് അതിൻ്റെ ഒരു മൗത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, ഞാൻ കിടന്ന ആ ഒരു ബോർഡിനെ കവർ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് ആം എന്ത് ചെയ്തേക്കാണ്, ആ ഒരു ടൈഗർ ഷാർക്ക് കടിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് ഫണ്ണി, യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആം ബിറ്റൺ ഓഫ് really hurt, but there was no pain at that time. I felt pressure and a kind of jiggle tug, which I know now was a teeth. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര വേദനയൊന്നും അനുഭവപ്പെട്ടില്ല. എനിക്ക് ആ ഒരു സമയത്തൊരു ആ ഒരു പ്രഷറാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ടഗ് എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പുള്ളിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടീത്തിൻ്റെ ആ ഒരു ബലമായിരുന്നു എന്നുള്ളത്. ദേ ഹാവ് സെറേറ്റഡ് എഡ്ജസ് ലൈക്ക് എ സ്റ്റീക്ക് നൈഫ് ആൻഡ് ദേ സോഡ് ത്രൂ ദി ബോർഡ് ഓൺ മൈ ബോൺസ് ആസ് ഇഫ് ദേ വർ ടിഷ്യൂ പേപ്പർ. അപ്പം ആ ഒരു ടൈഗർ ഷാർക്കിൻ്റെ ടീത്തിനെ പറ്റിയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെറേറ്റഡ് എഡ്ജസ് ആണ്, അതായത് നല്ല കൂർത്ത എഡ്ജസ് ആണ്. അതായത് നമ്മൾ ഈ ബീഫ് സ്റ്റീക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ല കൂർത്ത മുനമ്പുള്ള കത്തി പോലെ ഇരിക്കുന്ന പല്ലുകളാണ് എന്തിനുണ്ടായിരുന്നത്, ആ ഒരു ടൈഗർ ഷാർക്കിന് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്. പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി എനിക്ക് ചുറ്റുമുള്ള വെള്ളം റെഡ് കളർ ആകുന്നതായിട്ട്. തന്നെ സോ ദാറ്റ് മൈ ആം ഹാഡ് ബീൻ ബിറ്റൺ ഓഫ് ഓൾമോസ്റ്റ് ടു ദി ഷോൾഡർ. പിന്നീടാണ് ഞാൻ കാണുന്നത് എൻ്റെ കൈകൾ, എൻ്റെ ഷോൾഡറിനൊപ്പം ഉള്ള കൈകൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ആ ഷാർക്ക് കടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ദർ വാസ് ജസ്റ്റ് എ 3 or 4 inch stub where my limb had once been. ലിംബ് എന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകളെ ബയോളജിക്കലി പറയുന്നൊരു ടേമാണ്.
അപ്പോൾ അവളുടെ ആ ഒരു കൈ, ആ ഒരു ലെഫ്റ്റ് ആമിൽ ഇനി എന്താണ് വളരെ 1-2 ഇഞ്ചസ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു പോർഷനെയാണ് നമ്മൾ സ്റ്റമ്പ് എന്ന് പറയുന്നത്. ബൈറൻ ആൻഡ് ഹോൾട്ട്, അലനാസ് ബ്രദർ ആൻഡ് ഫാദർ ഗോട്ട് ടു മീൻ എ ഫ്ലാഷ്. പെട്ടെന്ന് തന്നെ ബൈറനും ഹോൾട്ടും വരുന്നുണ്ട്. അലനയുടെ ബ്രദറും ഫാദറും ആണ് കേട്ടോ. ഹോൾട്ട്സ് ഫേസ് വാസ് വൈറ്റ് ആൻഡ് ഹിസ് ഐസ് വെയർ വൈഡ്. അലനയുടെ അച്ഛൻ്റെ മുഖം എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റായിട്ടിരിക്കുന്നത്, പെയിലായിട്ടിരിക്കുകയായിരുന്നു ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട്. കണ്ണൊക്കെ തുറിച്ച് നോക്കിയാണ് അദ്ദേഹം വരുന്നത്. ഓ മൈ ഗോഡ് ഹി സെഡ്, ബട്ട് ഹി ഡിഡിൻ ഫ്രീക്ക് ഔട്ട്. അദ്ദേഹം ദൈവത്തെ വിളിച്ചു, പക്ഷേ എന്ത് ചെയ്തില്ല, അദ്ദേഹം ഭയങ്കരമായിട്ട് ഫ്രീക്ക് ഔട്ട് ആവുക, എക്സ്ട്രീംലി ഇമോഷണലായിട്ട് അദ്ദേഹം മാറിയില്ല. ഇൻസ്റ്റഡ് ഹി ടുക്ക് കൺട്രോൾ ഓവർ ദ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. ഹി പുഷ്ഡ് മീ ബൈ ദി ടെയിൽ ഓഫ് ദി ബോർഡ് ആൻഡ് ഐ കോട്ട് എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ് ആസ് എ ലേ ഓൺ ദി ബോർഡ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അവൾ കിടക്കുന്ന ആ ഒരു ഡെക്കിൽ, ആ ഒരു ബോർഡിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഫ്രണ്ടിലോട്ട് തള്ളി നീക്കി. അപ്പോൾ അന്നേരം വന്നൊരു വേവിനൊപ്പം അവൾ എന്ത് ചെയ്യാണ്, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. വാട്ട് എവർ ഇമോഷൻ ഹോൾട്ട്, ബൈറൻ ആൻഡ് അലന വെയർ ഫീലിംഗ് ദേ കെപ്റ്റ് ഇൻസൈഡ്. നോബഡി പാനിക്ഡ് ഓർ ലോസ് ദെയർ ഹെഡ്. ഈ പറയുന്ന അലന ആയിക്കോട്ടെ, ബൈറനായിക്കോട്ടെ, അവളുടെ അച്ഛൻ ഹോൾട്ട് ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ എന്ത് ചെയ്തില്ല, എൻ്റെ മുന്നിൽ അവരെന്ത് ചെയ്ത് അതൊന്നും കാണിച്ചില്ല. പാനിക്കടെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തില്ല, ഗോട്ട് ഫ്രൈറ്റൻഡ്, അതായത് ഭയങ്കര രീതിക്ക് പേടിച്ചതുപോലെയൊന്നും അവരുടെ മുഖത്ത് കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതായത് ഉള്ളിലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിട്ടില്ല, പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി. എൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് സ്പ്യൂയിങ് ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. പക്ഷേ നമ്മുടെ ആർട്ടറി, ബ്ലഡ് വെസൽ അങ്ങനെ തുറന്നു പോയതുപോലെ ഭയങ്കരമായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഹോൾട്ട് ടുക്ക് ഓഫ് ഹിസ് ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ് ആൻഡ് ടൈഡ് ഇറ്റ് അറൗണ്ട് ദ സ്റ്റബ് ഓഫ് മൈ ആം റിയലി ടൈറ്റ് ടു ആക്ട് ആസ് എ ടോർണിക്കറ്റ്. ഹോൾട്ട് എന്ത് ചെയ്യാണ്, ഒരു റാഷ് ഗാർഡ്, അതായത് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലോത്ത് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവളുടെ ആ ഒരു മുറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ പോയ ഭാഗത്തുള്ള കൈയുടെ അവിടെയായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ഇറുക്കി കെട്ടുകയാണ്. അതിന് വേണ്ടിയിട്ടാണ്, ഒരു ടോർണിക്കറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ. ടോർണിക്കറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ബ്ലഡ് ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ. ഹോൾട്ട് ടോൾഡ് മീ ടു കീപ് ടോക്കിംഗ് ടു ഹിം ആൻഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഡിഡൻറ്റ് പാസ് ഔട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷൻ. ഹോൾട്ട് എന്ത് ചെയ്യായിരുന്നു, അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. കാരണം അവളിപ്പോൾ ഓഷൻ്റെ നടുക്കാനുള്ളത് അവൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അവളെ എങ്ങനെ കൊണ്ടുപോകണം, കോൺഷ്യസ് ആക്കി കൊണ്ടുപോകണമായിരുന്നു. So I was talking, although I don't know what about, just answering his questions and praying out loud. അപ്പോൾ ഞാൻ സംസാരിക്കുമായിരുന്നു, പക്ഷേ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഹോൾട്ട് ചോദിക്കുന്നതിൻ്റെ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരവും, അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യായിരുന്നു, ദൈവത്തോട് ഉറക്കെ അലറി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. In the surgery room, they hooked me up to lot of machine. It was Dr. Rowinsky who would be doing the first surgery, and he explained to me and my mom how he would do it. You have lost your arm, Bethany, he said gently. Now the focus is on saving your life. സർജറി റൂമിൽ അവരെന്നെ എന്ത് ചെയ്തു, ഹുക്ക് ചെയ്ത് അവർ കണക്ട് ചെയ്തു ഒരുപാട് മെഷീൻസൊക്കെ ആയിട്ട്. ഡോക്ടർ റോവിൻസ്കിയാണ് എൻ്റെ ഫസ്റ്റ് സർജറി ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം എന്നോടും എൻ്റെ അമ്മയോടും പറഞ്ഞു, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു, എൻ്റെ കൈകൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ എയിമെന്ന് പറയുന്നത് നിൻ്റെ ജീവിതം നിന്നിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ നിൻ്റെ ജീവൻ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിമെന്ന് പറയുന്നത്. My mom stayed by my side whole time. My dad went out to deal with the visitors and ever-growing numbers of news reporters who heard what had happened to me and were eager to break my story. എൻ്റെ അമ്മ എൻ്റെ ഒപ്പം മുഴുവനും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ സർജറി റൂമിൻ്റെ പുറത്ത് അവിടെ വന്നിരുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സിനെയും ആൾക്കാരെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇൻ ദ ഹോസ്പിറ്റൽ ഐ വുഡ് ലുക്ക് ഓവർ അറ്റ് ദ ബാൻഡേജ്ഡ് സ്റ്റം ആൻഡ് വെയർ മൈ ആം യൂസ് ടു ആൻഡ് തിങ്ക് നൗ വാട്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ലുക്ക് ഓവർ ചെയ്യുമായിരുന്നു. അതായത് എൻ്റെ ഒരു സ്റ്റമ്പ് പോർഷനെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ബാൻഡേജൊക്കെ കെട്ടി വെച്ചേക്കുന്ന ആ ഒരു പോർഷനെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, എക്സാമിൻ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ ചിന്തിക്കും, നൗ വാട്ട്, ഇനി എന്ത് എന്നുള്ളത്. ഫോർ എ വൈൽ ഐ ഡൗട്ടഡ് വെദർ ഐ വുഡ് എവർ സർഫ് അഗെയിൻ. എവറിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms ടു സർഫ്. ഞാൻ ഒരു നിമിഷം ചിന്തിക്കുകയും ചെയ്തു, എനിക്കൊരിക്കലും സർഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എല്ലാവർക്കും അറിയാം 2 കൈകളുണ്ടെങ്കിൽ മാത്രമേ സർഫ് ചെയ്യാൻ പറ്റൂ. ഐ ട്രൈഡ് ടു ടെൽ മൈസെൽഫ്, ഹേ ഐ ആം ഓക്കെ വിത്ത് ദിസ്. ഐ മീൻ സർഫിംഗ് ഈസ് ഇൻ എവറിത്തിങ് റൈറ്റ്. യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ഹാവ് ഫൺ. ഞാൻ സ്വയം എന്നോട് പറഞ്ഞു, ഞാനിതിൽ ഓക്കെയാണ്. അതായത് സർഫിംഗ് ഒന്നും അല്ലല്ലോ വലിയ കാര്യം, നമുക്ക് അതിൽ നിന്നും വേറെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഫണ്ണാക്കാനായിട്ട് കിട്ടുമായിരിക്കും എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്, ഐ ടോൾഡ് മൈ ഡാഡ്. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക്
സർഫിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, സർഫ് ഫോട്ടോഗ്രാഫറായിട്ട് മാറണം. ദാറ്റ് വാസ് മൈ വേ ഓഫ് സേയിങ് ലിസൺ ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. ഞാൻ അച്ഛനോട് പറഞ്ഞ രീതി ഇതാണ്, അച്ഛ കേൾക്കൂ, എൻ്റെ സർഫിംഗ് ഡേയ്സ് എന്താണ്, കഴിഞ്ഞിരിക്കുന്നു. ഹി ജസ്റ്റ് നോഡഡ്, ഐ ആം ഷുവർ യു വിൽ ബി. അപ്പോൾ അച്ഛൻ പറയുകയാണ് എന്താണ്, നിനക്ക് തീർച്ചയായിട്ടും സർഫ് ചെയ്യാൻ പറ്റും. ഹി ന്യൂ വാട്ട് ഇറ്റ് മീൻ ആസ് വെൽ. ബട്ട് ബൈ ദ സാറ്റർഡേ ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിങ് അഗെയിൻ. പക്ഷേ ആ ഒരു ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്തു. ഞാൻ വീണ്ടും സർഫിങ്ങിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് വന്നു. I was feeling better, my mind was less foggy and there were so many people coming to see me and give me pep talks. എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. എൻ്റെ മനസ്സിലുള്ള കൺഫ്യൂഷൻസ്, അതാണ് ഫോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺഫ്യൂഷൻസൊക്കെ മാറി. ആൻഡ് ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വരുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും എനിക്ക് എന്ത് തന്നു, പെപ്പ് ടോക്സ് തന്നു. അതായത് എൻകറേജിങ് ടോക്സ് എന്താണ്, എന്നെ എൻകറേജ് ചെയ്യുന്ന രീതിക്ക് സംസാരിച്ചു. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവരി വൺ. എല്ലാവരുടെയും മുന്നിൽ ഞാൻ എന്താണ് വളരെ ധീരത കാണിച്ചാണ് ഇരുന്നതെങ്കിലും ബട്ട് ഐ കാൺ പ്രിറ്റൻഡ് ഇറ്റ് ഡിഡിൻ ഗെറ്റ് മി അറ്റ് ടൈംസ്. എല്ലാ സമയത്തും എനിക്ക് അങ്ങനെ ഇരിക്കാൻ സാധിച്ചില്ല. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, ഞാൻ എപ്പോഴെങ്കിലും സാഡ് ആവാനോ ഡിപ്രസ്ഡ് ആവാനോ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ ഹാഡ് മൈ ബ്രദേഴ്സ് ടു പുൾ മീ ബാക്ക്. എനിക്ക് എൻ്റെ ബ്രദേഴ്സ് എന്തായിരുന്നു, എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ദേ വെർ ലെയ്ഡ് ബാക്ക് ആസ് വെൽ ആസ് ആൾവേസ്. They never let me know their horror or see their pain or fear. അവർ എന്ത് ചെയ്തു, എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിന്നു. അവരുടെ ഉള്ളിലുള്ള പേടിയോ ഭയമോ ഒന്നും തന്നെ അവർ എന്നിൽ കാണിച്ചില്ല. തിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. തിമോത്തി എപ്പോഴും സംസാരിച്ചുകൊണ്ട് എന്താണ്, ചളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് നോവ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ. നോവ എന്താണ്, എൻ്റെ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ ആയിരുന്നു. അവരുടെ ആ ഒരു സ്ട്രോങ്നെസ് കാരണമാണ് ഞാനും എന്ത് ചെയ്തത്, സ്ട്രോങ് ആയത്. ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ, ഇൻഫാക്ട് ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ ഫസ്റ്റ് വീക്ക് സ്റ്റേ ഐ വാസ് ടോക്കിംഗ് ഡിഫറൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ദ സർഫിങ് അഗെയിൻ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുൻപുള്ള, അതായത് ആ ഒരാഴ്ച സ്റ്റേ ചെയ്തതിനുള്ള രണ്ടാമത്തെ ദിവസം, സെക്കൻഡ് ഡേ, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ എന്തിനെപ്പറ്റി ചിന്തിച്ചു, വീണ്ടും സർഫിങ്ങിനെ പറ്റി ചിന്തിച്ചു. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ ഫാമിലി മുഴുവൻ എൻ്റെ കൂടെ എന്താണ്, എൻകറേജ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട് ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ എ ബോർഡ് ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ് മൈ കോമ്പറ്റീറ്റീവ് ഡേയ്സ് വെയർ ഓവർ. എൻ്റെ പാരൻസ് എന്താണ്, പാരൻസിന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് സർഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊരു കോമ്പറ്റീറ്റീവ് ലെവലിൽ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസം എൻ്റെ പാരൻസിന് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. ബത്തനി, ഐ ആം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു, മൈ ഫാദർ ടോൾഡ് മീ. അവളുടെ അച്ഛൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞു, എന്താണ്, നിൻ്റെ മനസ്സിൽ എന്താണോ തോന്നുക നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കും. My parents too had a rough time. Neither of them was able to work for almost 3 months, which put a big financial burden on our family. ഞങ്ങളുടെ പാരൻസിനും അത് വളരെ ഒരു ദുർഘടകരമായ സാഹചര്യമായിരുന്നു. അവർ രണ്ടുപേരും ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല 3 മാസത്തോളം. അത് ഞങ്ങളുടെ ഫാമിലിയെ ഒരു വലിയ ക്രൈസിസിൽ കൊണ്ടെത്തിച്ചു. My first indication that my life would never be the same again came just as we were leaving the hospital. എൻ്റെ ജീവിതം മുമ്പത്തെ പോലെ ഒരിക്കലും ആവില്ല എന്ന് എനിക്ക് തുടങ്ങിയത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങിയ സമയത്താണ് എനിക്ക് തോന്നിയത്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ഓഫ് ദ മെയിൻ എൻട്രൻസ് വി ഹാഡ് ടു ഗോ ത്രൂ എ മെയ്സ് ഓഫ് ഹലോവേസ് ഓർ സ്നീക്ക് ഔട്ട് ത്രൂ ദി ബാക്ക് ഡോർ. മെയിൻ ഡോർ വഴി പോകുന്നതിന് പകരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണ്, മെയ്സ് ആയിട്ടുള്ള, അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് എന്താണ് സീക്രട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മൂവ് ചെയ്ത് ബാക്ക് ഡോർ വഴി ഇറങ്ങിയത്. ദേവർ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ് വിത്ത് അസ്. ഞങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സും ഉണ്ടായിരുന്നു. ദേവർ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് വിത്ത് അസ് ആൻഡ് വെൻ വി ഗോട്ട് ഔട്ട് ഓഫ് കാർ ദേവർ 2 കവായ് പോലീസ്മെൻ ഹു ഫോളോഡ് അസ് ടു ദ ഹൗസ് ഇൻ അനഹോള വേർ ഐ കുഡ് കണ്ടിന്യൂ ടു റിക്കവർ ഇൻ പ്രൈവസി. അപ്പോൾ ഞങ്ങൾ പോയത് പോലീസിൻ്റെ അകമ്പടിയോടെയൊക്കെയാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്കല്ല പോയത്, അനഹോല എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്കാണ്. അവിടെ വെച്ച് തനിക്ക് പ്രൈവറ്റായിട്ട് റിക്കവർ ചെയ്യാമല്ലോ എന്നൊക്കെ രീതിക്ക്. My parents explained to me that there was a mob of TV people eagerly waiting to show microphones in my face. എൻ്റെ പാരൻസ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഹോസ്പിറ്റലിന് പുറത്തായിട്ട് ഒരു കൂട്ടം ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് തന്നെ നിൽപ്പുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അവളെ കാണുമ്പോൾ അവളോട് 100 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഹോണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീയിങ് ഇൻ ദി സ്പോട്ട്ലൈറ്റ്. സ്പോട്ട്ലൈറ്റ് എന്ന് വെച്ചാൽ പബ്ലിക് അറ്റൻഷൻ കിട്ടുന്നതിനോട് എനിക്കും വളരെ താല്പര്യം ഒന്നുമില്ലായിരുന്നു. ബട്ട് ഐ അഗ്രീഡ് ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. പക്ഷേ മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനോടൊക്കെ എനിക്ക് എന്തായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. കാരണം ഇതുപോലെ സർഫിങ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു പബ്ലിക് അറ്റൻഷന് വേണ്ടി ഇരുന്ന് സംസാരിക്കാനോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും തന്നെ അവൾക്ക് താല്പര്യമില്ലായിരുന്നു.
Strangers still approach me on the beach, in airports, in shops and restaurants. ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ അവൾ ബീച്ചിൽ പോകുമ്പോഴും എയർപോർട്ട്സിൽ പോകുമ്പോഴും ഷോപ്സിൽ പോകുമ്പോഴും റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും ഒക്കെ അവളടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു. ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്, അവളോട് ഓട്ടോഗ്രാഫ് ചോദിക്കുമായിരുന്നു. ദേ കെയിം അപ്പ് ആൻഡ് ടെൽ മീ ഐ ആം ആൻ ഇൻസ്പിറേഷൻ, അവരെന്നോട് വന്ന് പറയുമായിരുന്നു ഞാനാണ് ഇൻസ്പിറേഷൻ അവരുടെയൊക്കെ. ഐ ആം ഇൻട്രപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ വാണ്ടിങ് ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ, ഇറ്റ്സ് ടോട്ടലി ബിസയർ. ഒരു ദിവസം ഡിന്നർ കഴിക്കാൻ പോയപ്പോഴത്തേക്കും എന്താണ് ആൾക്കാർ അവളുടെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിന്നു. അതൊക്കെ ഭയങ്കര സ്ട്രേഞ്ച്, അതായത് അൺയൂഷ്വലായിട്ട് തോന്നി. അതാണ് ബിസയറിൻ്റെ മീനിങ് കേട്ടോ. ബീങ് എ ടോപ്പ് പ്രൊഫഷണൽ സർഫർ വുഡ് ഹാവ് ബ്രോട്ട് മീ ഓൺലി എ സിൽവർ ഓഫ് ദിസ് റെക്കഗ്നിഷൻ ആൻഡ് പ്രോബബ്ലി ഓൺലി വിത്തിൻ ദ ടൈറ്റ് നിറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി. ഒരു ടോപ്പ് പ്രൊഫഷണൽ സർഫർ ആയിരുന്നെങ്കിൽ കൂടി എനിക്ക് രണ്ടാം തരത്തിലുള്ള റെക്കഗ്നിഷനെ കിട്ടുള്ളായിരുന്നു. അതാണ് സിൽവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്രോബബ്ലി വിത്തിൻ ദ ടൈറ്റ് നിറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി, ചിലപ്പോൾ ആ ഒരു സർഫിംഗ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് മാത്രമേ ഞാൻ അറിയപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എന്താണ്, അങ്ങനെ ഒരു ബെസ്റ്റ് സർഫറും ആയിട്ടില്ല, പക്ഷേ എന്താണ് അവളിപ്പോൾ എല്ലാവരിലും അറിയപ്പെടുന്നുമുണ്ട്. യു ആർ സംതിങ് മോർ ദാൻ എ സർഫർ ഫ്രണ്ട്സ് ടെൽ മീ. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് എപ്പോഴും പറയായിരുന്നു ഞാൻ എന്താണ് സർഫർ എന്നതിലുപരി അതുക്കും മേലെയാണെന്ന് പറയുമായിരുന്നു. യു ആർ ദ ബിയറർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ് ബീൻ ഹാൻഡഡ് എ ബാഡ് ഡീൽ ഇൻ ദ കാർഡ് ഗെയിം ഓഫ് ലൈഫ്. അതായത് ജീവിതം ആകുന്ന ആ ഒരു ഗെയിമിൽ ഒരു ലക്കില്ലാതെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷനാണ് നീ എന്ന് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയായിരുന്നു. ഇൻ സം വേയ്സ് ഇറ്റ് വാസ് ലൈക്ക് ലീനിങ് ടു സർഫ് ആൾ ഓവർ അഗെയിൻ. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡിൽ ഈവൻലി വിത്ത് ഫണ്ണാം. അപ്പോൾ അവളെന്താണ് സർഫിങ് ചെയ്യണമെന്നുള്ളൊരു ഇതിലേക്ക് തന്നെ വരുന്നു. ആൻഡ് അവൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, അത് റോ ചെയ്യാൻ, പാഡിൽ ചെയ്യുക, റോ ചെയ്യാനായിട്ട്, അതായത് ഒന്നേന്ന് പഠിക്കാനായിട്ട് തുടങ്ങി ഒറ്റ കൈ കൊണ്ട്. ആൻഡ് വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ്, അതായത് ആ ഒരു തിര വന്ന് അവളെ എങ്ങനെ എടുക്കുന്നത് അവൾക്ക് മനസ്സിലാകുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യണം, ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് ഫ്ലാറ്റ് ഓൺ ദി സെൻറ്റർ ഓഫ് ദി ഡെക്ക്. അവൾ നിൽക്കുന്ന ആ ഒരു ഡെക്കിൻ്റെ സെൻറ്ററിലായിട്ട് അവളുടെ കൈ എന്ത് ചെയ്യണം, ഇറുക്കി ഉള്ള റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യണം, പതിപ്പിച്ച് വെക്കണം. ആൻഡ് to get my feet rather than grabbing the surfboard rail the way you would if I had two hands. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ബാലൻസ് കിട്ടും. മുമ്പ് രണ്ട് കൈകളുണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു ബാലൻസ് കിട്ടുമെന്നാണ് അവൾ പറയുന്നത്. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിഡിൻ വർക്ക്. 2-3 തവണ അവൾ ചെയ്തിട്ടും എന്ത് ചെയ്തില്ല, അവൾക്ക് അതിലൊരു ബാലൻസ് കിട്ടാനോ ആ ഒരു ബോർഡിൽ എണീച്ച് നിൽക്കാനോ സാധിച്ചില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ്. ഐ മസ്റ്റ് അഡ്മിറ്റ് ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. അപ്പോൾ എന്താണ്, എനിക്ക് തന്നെ എന്നിലൊരു വിശ്വാസം ഇല്ലാത്ത പോലെ തോന്നി, എനിക്ക് ഡിസ്കറേജ്മെൻറ്റ് തോന്നി. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. ഞാൻ ചിന്തിച്ചിരുന്നത് എന്താണ്, ഇത് കൂടെ എളുപ്പമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ കെപ്റ്റ് ഷൗട്ടിങ്. എൻ്റെ അച്ഛൻ എന്നോടൊപ്പം എന്താണ് ആ ഒരു വാട്ടറിലുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് എപ്പോഴും ഷൗട്ട് ചെയ്ത് പറയുമായിരുന്നു, ബെത്തനി ട്രൈ ഇറ്റ് മോർ വൺ ടൈം. എന്താ, നീ ഒന്നുകൂടി ട്രൈ ചെയ്യും മോളെ ബെത്തനി, നിനക്ക് സാധിക്കും. ദിസ് വൺ വിൽ ബി ഇറ്റ്, ഇത്തവണ നിനക്ക് കഴിയും. സോ ഐ ഡിഡ്, അങ്ങനെ ഞാനത് ചെയ്തു. ദെൻ ഇറ്റ് ഹാപ്പൻ, അങ്ങനെ അത് സംഭവിച്ചു. എ വേവ് റോൾഡ് ത്രൂ, ഐ കോട്ട് ഇറ്റ്, പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. പെട്ടെന്ന് തന്നെ ഒരു വേവ് വരികയും ആ വേവിൽ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഡെക്കിലായിട്ട് ഡെക്കിൻ്റെ സെൻറ്ററിലായിട്ട് എൻ്റെ കൈ എന്ത് ചെയ്യുന്നു, ഇറക്കി വെക്കുകയും ആൻഡ് പെട്ടെന്ന് തന്നെ എന്താണ് ഞാൻ എണീക്കാൻ വേണ്ടി ശ്രമിച്ചു. ആൻഡ് എനിക്കെന്താണ് നിൽക്കാനായിട്ട് സാധിച്ചു. ഐ ഗസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക് ബയർഡ് ആഫ്റ്റർ ദാറ്റ്. എനിക്ക് പിന്നീട് മനസ്സിലായി തുടങ്ങി. ഒരു തവണ എനിക്ക് ആ ഒരു അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് എനിക്കതിൻ്റെ ഒരു നേക്ക് പിടികിട്ടി. ഓഫ് കോഴ്സ് വൺസ് ഐ വാസ് ഓൺ മൈ ഫീറ്റ് എവറിത്തിങ് വാസ് ഈസി. ഒരു തവണ ഞാൻ എണീച്ച് നിന്നപ്പോഴത്തേക്കും എന്താണ് എനിക്കെല്ലാം ഈസി ആയിട്ട് തോന്നി. ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഡിസ്ക്രൈബ് ദ ജോയ് ഐ ഫെൽറ്റ് ആഫ്റ്റർ ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് റോഡ് എ വേവ് ഇൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദി അറ്റാക്ക്. ആ ഒരു ഷാർക്ക് അറ്റാക്കിന് ശേഷം ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആ ഒരു ഡെക്കിനകത്ത്, ആ ഒരു സർഫ് ബോർഡിനകത്ത് എന്ത് ചെയ്യുന്നത്, എണീറ്റ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് അവളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷമൊന്നും എനിക്കെന്താണ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരുന്നു. ഐ വാസ് ഇൻക്രെഡിബിളി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്. ഞാൻ വളരെയധികം സന്തോഷവതിയും അതുപോലെ തന്നെ ഒരുപാട് പേരോട് നന്ദിയൊക്കെ എന്താണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. യു വിൽ നെവർ സർഫ് അഗെയിൻ വാസ് ഗോൺ ഇൻ വൺ വേവ്. അതായത് ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ദാറ്റ് വുഡ് സം ടൈം ടെൽസ് മീ. അവളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് യു വിൽ നെവർ സർഫ് അഗെയിൻ, എനിക്കിനി ഒരിക്കലും സർഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതെല്ലാം മാറിയത് എപ്പോഴാണ്, ഈ ഒരു ഒറ്റ വേവിലാണ് മാറിയത്. ആ ഒരു വേവിൽ അവൾ എണീച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു തോട്ട്സൊക്കെ മാറാനായിട്ട് തുടങ്ങി. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ്, ഐ ഫെൽറ്റ് ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ട്രിക്ലിംഗ് ഡൗൺ മൈ ഫേസ്. ഞാൻ ആ ഒരു വെള്ളത്തിൽ നിന്ന് മൊത്തത്തിൽ നനഞ്ഞാണ് നിന്നിരുന്നതെങ്കിലും സന്തോഷത്തിൻ്റെ കണ്ണുനീരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണുനീര് എൻ്റെ മുഖത്തൂടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ട്രിക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രിക്കിൾ ചെയ്യുക, ഫ്ലോയിങ്, ഒരു സ്ട്രീം പോലെ
ഒരു അരുവി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ഇത്രയാണ് ആ ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇത് ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തൊരു എക്സ്ട്രാക്റ്റാണ്. ഇത് 2010 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹോളിവുഡ് ഫിലിമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഫിലിമിൻ്റെ പേര് ദ സോൾ സർഫർ എന്നാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ ബൈ ബെത്തനി ഹാമിൽട്ടൺ. ബെത്തനി ഹാമിൽട്ടൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ് ഈ പറയുന്നത്. 13-ാം വയസ്സിൽ അവർ നേരിട്ട ആ ഒരു ഷാർക്ക് അറ്റാക്കാണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മോറൽ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ കറേജോടുകൂടി നേരിടണം. നമുക്കൊരു എയിം ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വേണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ലൈഫ് ഈസ് ഓൾവേസ് ഫുൾ ഓഫ് പ്രോബ്ലംസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ അതിനെയൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, മുന്നിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു വലിയൊരു മോറലോട് കൂടിയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു എക്സ്ട്രാക്റ്റ് എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്.